നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ആ ഗർഭം അലസിപ്പിക്കാനായിട്ട് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ ആള് അത്ര ശുദ്ധിയും മനഃശുദ്ധിയൊക്കെ ഉള്ള ആളാണോ? അതിനെക്കുറിച്ച് വളരെ വിശദമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ആ നാടകമാണ് എന്ന് അവളുടെ ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ, ആദ്യം പുറത്തു വന്നിട്ടുള്ള ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില മറകൾ, ഹിഡൻ ഏരിയകളുണ്ട്. ആ ഏരിയകളൊക്കെ ഒന്ന് പൊതിഞ്ഞു സൂക്ഷിക്കണമായിരുന്നു, ഓപ്പൺ ഏരിയ വികസിക്കണമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണ് ഈ ഓപ്പൺ ഏരിയ, ഹിഡൻ ഏരിയ എന്നൊക്കെ ഉള്ളത്. എന്നാൽ അത് ചെയ്യാത്തത് കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന ലേബലിൽ രാഹുൽ കുറ്റക്കാരനാണ് എന്നും ഞാൻ 2 വീഡിയോകളിൽ പറഞ്ഞിരുന്നു. പിന്നെ അല്ലേ കാണുന്നത് പൂരം, പൊടിപൂരം. അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇവിടെ കുറ്റക്കാരൻ, കേരളത്തിലുള്ള ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർ പുണ്യാളച്ചന്മാരും പുണ്യാളത്തികളും അങ്ങനെ കൊലവിളിക്കാൻ, അങ്ങനെ ഒരുത്തനെ കൊലവിളിക്കാൻ വേണ്ടി മാത്രം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് 100% സപ്പോർട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എണ്ണി കുറച്ച് കാര്യങ്ങൾ തെളിവ് ചെയ്ത് സംസാരിക്കാനുണ്ട്. ഇതിനൊക്കെ എന്റെ ഈ വീഡിയോ അവളുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിൽക്കുന്ന അവളുമാരുണ്ടല്ലോ, ഈ ആരോപണം ഉന്നയിച്ചവരും ഈ വോയിസ് നോട്ട് പുറത്തുവിട്ട അവളുമാരുണ്ടല്ലോ, അവളുമാരും കൂടെ ഇത് കേൾക്കണം, മറുപടി പറയണം. ഈ അവളുമാർ ആരെന്ന് നമുക്കറിയില്ല, പുറത്തു വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനായി പോയി എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഈ ദുരവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അതും കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയാണ് ഈ ദുരവസ്ഥ കൂടുതൽ കേൾക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് വി ഡി സതീശനിൽ നിന്ന്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയണേ. സതീശന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒതുക്കാൻ ഭയങ്കര ഒരു അത്യാവശ്യമാണ്. CPM മിണ്ടാതിരിക്കണം, അവർ തന്നെ അടിച്ചു തീർന്നോട്ടെ എന്ന് കരുതുക. എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം? രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ വളർന്നു വരുന്ന, യുവതലമുറയിൽ വളർന്നു വരുന്ന ലക്ഷ്യബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അത്തരത്തിലൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ വളരുമ്പോൾ പലർക്കും അസൂയ തോന്നും. പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർക്ക് അസൂയ തോന്നും. തലമൂത്ത് നരച്ച് കുഴിയിലേക്ക് കാലു നീട്ടി ഇരുന്നു കഴിഞ്ഞാലും അധികാര സ്ഥാനത്തുനിന്ന് ഇനിയിപ്പോ ഒരു പടിയിറക്കമില്ല എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ച് കൂടിയിരിക്കുന്ന കുറെ വയസ്സക്കളവന്മാരുണ്ട്. അവന്മാർക്ക് ഇനി അവിടെ ഇരുന്നുകൊണ്ട് സൂഹിക്കണം. അതിന് യുവാക്കൾ തടസ്സമാണ്. അതിന് ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടമായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ളവരായാലും മെനിഞ്ഞാന്ന് കയറി വന്നിട്ടുള്ള സന്ദീപ് വാര്യരായാലും ഒക്കെ ഒരു തടസ്സമാണെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗൂഢാലോചനയാണെന്ന് ഞാൻ സംശയിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു നടിയാണല്ലോ ആദ്യം വെടിപൊട്ടിച്ചത്. നടി പറയുന്നു തന്നെ അശ്ലീല ചാറ്റുകൾ, മറ്റു കാര്യങ്ങൾ ഇങ്ങനെ 2-3 വർഷത്തോളം ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരുന്നു എന്ന്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാന് ഒരു മെസ്സേജ്, എന്റെ ഈ വോയിസ് കേൾക്കുന്ന സ്ത്രീകൾ കുറെ പേരുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു മോശം ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതിൽ പുരുഷന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് കുറച്ച് ദേഷ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അതല്ലാത്തവര് ഇതിന്റെ വസ്തു ഒന്ന് മനസ്സിലാക്കുക, അവർക്ക് മനസ്സിലാവില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്കൊരു പെണ്ണ് അത്തരത്തിലൊരു ചാറ്റ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും, എനിക്കിതിനോട് താല്പര്യമില്ല, എന്നെ വിട്ടേക്ക് പ്ലീസ്. അതാണ് ഞാൻ ആദ്യം പറയാം. വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു താക്കീത് ചിലപ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. വീണ്ടും അത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് നമ്പർ ബ്ലോക്ക് ചെയ്യും. ഇനി മറ്റു നമ്പറുകളിൽ നിന്ന് വീണ്ടും അതേ ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ പോയൊരു കേസ് ഫയൽ ചെയ്യും. നിവൃത്തിയില്ല, ഇയാളെ കൊണ്ട് ശല്യം. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുക. എന്ന ഇവളുമാരെന്താ ചെയ്തത്? 3-3.5 കൊല്ലം അങ്ങോട്ട് സൂചിച്ചു ഈ ഒലിപ്പീര്. ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ, അയാൾ രാഷ്ട്രീയത്തിൽ ആരോ ആയിക്കോട്ടെ, MLA ആയത് മിനിഞ്ഞാന്നാണ്, ഒരു യുവാവാണ്. അയാളെ ചിലപ്പോൾ ഒലിപ്പിക്കുമ്പോൾ അയാൾ ഒലിച്ചു പോകും. അങ്ങനെ ഒലിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പുരുഷനെയും സ്ത്രീയും അവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ. കണ്ടാൽ ഒലിക്കണം, ആ ഒലിപ്പിൽ അവർ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒലിച്ചില്ലെങ്കിൽ അവൻ എന്തെങ്കിലും മാനസിക രോഗം ഉണ്ടെന്ന് ചിന്തിക്കണം. അങ്ങനെ ഒലിപ്പിക്കാൻ വന്ന് ഒലിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ ഒലിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ ഒറ്റയ്ക്കല്ലല്ലോ ഒലിക്കാൻ ചെന്നത്. അപ്പൊ 3.5 കൊല്ലം രണ്ടുപേരും കൂടെ പരസ്പരം ഒലിപ്പിച്ച് സുഖിച്ച് ആസ്വദിച്ചിട്ട് ഇപ്പൊ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി സാമൂഹ്യ മാധ്യമത്തിൽ ആ ചാറ്റുകളൊക്കെ എടുത്തിടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞത് അവരുടെ സ്വകാര്യ സംഭാഷണമായിരുന്നില്ലേ? ആ സ്വകാര്യ സംഭാഷണം അവർ രഹസ്യമായി അവർ സൂക്ഷിക്കേണ്ടതല്ലേ? അവരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ സ്വകാര്യ സംഭാഷണം ഇപ്പൊ എടുത്ത് പുറത്തിടണമെന്നുണ്ടെങ്കിൽ എന്ത് വൃത്തികെട്ട സ്ത്രീയാണത്. ഞാനതിന് വൃത്തികേട് എന്ന് തന്നെയാണ് പറയുക. അതിനെ കൊടപിടിക്കാൻ വേണ്ടി കുറെ പെണ്ണുങ്ങൾ കച്ചയും കെട്ടി ഇറങ്ങിയേക്കാണ്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ചെണ്ണം, പിന്നെ കുറച്ച് ആണുങ്ങളും. രാഹുൽ മാങ്കൂട്ടത്തെ എന്തോ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ അവിടെയുള്ള പെങ്ങന്മാരെ എന്താ പറയുക പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിലാണ് ഇവരുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുക. അങ്ങനെ എന്തെങ്കിലും ഇയാൾ ചെയ്തോ? ആരുടെയെങ്കിലും അനുമതി ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒരു വാക്ക് പുറത്തെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ പുറത്തുനിന്ന ചാറ്റിലൊന്നും അതില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും
മാസക്കണക്കിന് കൊല്ലക്കണക്കിന് ചെത്തിട്ടുള്ള കഥകളാണ് അതിന്റെ പിന്നിലുള്ളത്. പിന്നെ ഒരു ഗർഭത്തിന്റെ കണക്ക്. ആ ഗർഭിണിയായി എന്ന് പറയുന്ന ആ പെണ്ണ് ഗർഭിണിയായി എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടു. പക്ഷെ അത് ആരാണ്, ഏത് പെണ്ണാണ് ഗർഭിണിയായതെന്നോ, എത്ര മാസം ഗർഭിണിയായതെന്നോ, അല്ലെങ്കിൽ എവിടെയുള്ളതാണെന്നോ, ഏത് മേഖലയിലുള്ളതാണെന്നോ ഒന്നും രേഖയൊന്നുമില്ല. നമ്മളൊക്കെ ചില അഭ്യൂഹങ്ങൾ പറയുന്നതാണ്, ഇത് ചാനലിലുള്ളതാണ്, സിനിമയിലുള്ളതാണ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ രേഖാമൂലം അത് ആരാണ്, എവിടെയാണ് എന്ന് പുറത്തു വന്നിട്ടില്ല. വേണ്ട, ജനങ്ങൾ അറിയണ്ട. ഒരു നിയമ സംവിധാനവും അത്തരത്തിലൊരു പെണ്ണിനെ അറിയില്ല. പുറത്തു വന്ന ശബ്ദരേഖയാകട്ടെ ആ സ്ത്രീയുടെ ശബ്ദം AI ഉപയോഗിച്ച് ഒരല്പം മാറ്റം വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം അതേപടി തന്നെ കൊടുത്ത് തന്നെ പുറത്തു വന്നേക്കണേ. അപ്പോ അത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് സ്ഥാപിച്ചെടുക്കണം. പക്ഷെ ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ നിർത്തി പൊരിച്ചുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തി വിരളി പിടിപ്പിച്ച് അവനെ പ്രാന്തടിപ്പിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാന്തടിപ്പിക്കുന്ന ആ സമയത്ത് അവളുടെ കുട്ടി എന്തോ സംസാരിക്കുന്നുണ്ട്, മുണ്ടുന്നുണ്ട്, മുരടുന്നുണ്ട്. അതിൽ അവൾ മറുപടിയും പറയുന്നുണ്ട്. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ആ വോയിസ് ഒന്ന് കേൾക്കാം. തെളിവ് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു കുട്ടിയുണ്ട്, നേരത്തെ ഒന്നോ ഒന്നിലധികമോ കുട്ടി അവൾക്കുണ്ട്. ഇവൾ ഡിവോഴ്സിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് നിലവിൽ കെട്ടിയവനുണ്ട്. രണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളവടി വെക്കുകയാണ് ചെയ്തത്, ഒറിജിനൽ അല്ല. അതായത് ആൾ അത്ര ക്ലിയർ ഒന്നും അല്ല. ഇനി രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു കൂടിച്ചേർന്ന് ജീവിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും, ഡേറ്റിംഗിൽ കൂടിയിട്ടുണ്ടാവും. എന്നതാണല്ലോ ഫാഷൻ എന്ന് പറയുന്നത്. കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചപ്പോഴായിരിക്കും ഒരുപക്ഷെ രാഹുലിന് മനസ്സിലായത് ഇവള് ഒരു നടക്ക് പോണ കേസല്ല, നമുക്ക് പണിയാകും എന്ന് മനസ്സിലായത്. അതിനാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും വന്ന സമയത്ത് അയാൾ മാറിപ്പോയിട്ടുണ്ടാകും. ഏതായാലും ആ വോയിസ് നോട്ടിലെ ആ ഒരു പാട്ട് കേട്ടതിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അവിടുത്തെ എന്താ പറയാ ബാക്കി കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണ്. ശരിയോ തെറ്റോ നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ബന്ധമുള്ളത്. ഇനി അഥവാ ആണെന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് ഉറപ്പില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടം പോയിട്ടുണ്ട് എന്നതുകൊണ്ട് അവന്റെ പെരടിക്ക് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഗർഭത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുരുക്കല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പിന്നീട് വന്ന വോയിസ് നോട്ട് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. മനഃപൂർവ്വം ചൂണ്ടയിട്ട് കൊടുക്കുകയാണ്. അതായത് എന്നെ കൊല്ലാനാണോ, എന്നെ കൊല്ലാനല്ലേ വരുന്നത് എന്ന് ചോദിക്കുമ്പോഴേ രാഹുൽ പറയുന്നത് എന്നെ കൊല്ലണോ, എനിക്ക് അല്ലാതെ എന്നെ കൊല്ലാലോ എന്ന് പറയുന്നത്. അതായത് പതർച്ച കൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി, തന്റെ സാമൂഹിക ആ ഭാവി പോകും എന്നുള്ള ഒരൊറ്റ ആ ഒരു അങ്കലാപ്പ് കൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ എടുത്ത് വളച്ചൊടിച്ച് കൊലപാതകം എന്തോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെയും മറ്റൊരു സംശയമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്ന് ഗർഭം ധരിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് സംസാരിക്കുന്ന രീതിയിലല്ല അവളുടെ സംസാരം എന്ന് കേട്ടാൽ മനസ്സിലാവും. ആ സംസാരത്തിൽ നിന്ന് തന്നെ രാഹുലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ദീർഘമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആ റെക്കോർഡ് വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആരോ അവളെ ചുമതലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി പോവും, തന്റെ ഭാവി പോവും, അത് തകരും, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറയുമ്പോ അവൾ അത് ആസ്വദിക്കുകയാണ്. അയാൾ തകരുന്നത്, അയാളുടെ മാനസികമായ അയാളെ ഭ്രാന്ത് പിടിക്കുന്നത് ആസ്വദിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് ആ വോയിസിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അത് കള്ളഗർഭമാണ്, ഒറിജിനൽ ഗർഭമല്ല എന്ന് പറയുന്നത്. ഇത്ര സ്ട്രോങ് സംസാരം അതുകൊണ്ടാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ഗൂഢാലോചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊളിറ്റിക്കൽ ഭാവി നശിപ്പിക്കണം. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പോകേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടാണോ? കേരള രാഷ്ട്രീയത്തില് കെട്ടിയോളിരിക്കെ കയല കുത്താൻ പോയ ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. ഇന്ന് കേരളത്തില് ഇന്നും മന്ത്രിയായിട്ടും MLA-മാരായിട്ടും മറ്റ് രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ധാരാളം പേരുണ്ട്. അത്തരത്തിലുള്ളവർ അധികാരം കൈയാളുന്നതിനോ അത്തരത്തിലുള്ളവർ ഇന്നും ജനങ്ങളുടെ ഇടയിൽ ഇടപെടുന്നതിനോ ആർക്കും ഒരു പരാതിയില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് അവൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ വായുവിലൂടെ ഒഴുക്കി വിട്ട് ഗർഭിണിയായതല്ല എന്ന് മനസ്സിലാക്കണം. അവൾമാർ കടന്നു കൊടുത്തിട്ടാണ്. അതായത് അവർ രണ്ടുപേരും സുഖിച്ചിട്ട് തന്നെയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? ആ അവസരത്തിൽ അവർ തമ്മിൽ പലതും സംസാരിച്ചിട്ടുണ്ട്, അതിൽ പലതും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എടുത്ത് പരസ്യമായി എടുത്തിടുന്നെങ്കിൽ കള്ളികളാണ്. തങ്ങളുടെ സ്വകാര്യ സംഭാഷണം, സ്വകാര്യ സന്ദർഭങ്ങൾ അതൊക്കെ എടുത്ത് ഇട്ട് അലക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ. അതിനെ കള്ളികളാണ്, മറ്റെന്തോ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. തങ്ങളുടെ സ്ഥാനമാനത്തിന് ഭീഷണിയായി വരുന്നവരെ ഒതുക്കാൻ വേണ്ടി ഇവളുമാരെ ഉപയോഗിക്കാമെന്നും ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുന്നേ സംശയിക്കേണ്ടി വരികയാണ്. ഇനി അതൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കെട്ടാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് ചെന്ന് പോയതാണെന്ന് കരുതുക. കല്യാണം കഴിച്ച് ജീവിക്കാൻ തന്നെ കരുതി പോയതാണ്. കുറച്ചു ദിവസം കൂടെ താമസിച്ചപ്പോഴത്തേക്ക് ആളുടെ സ്വഭാവം മനസ്സിലായി, ഇല്ലേ? മനസ്സിലായി. അതുകൊണ്ടാണ് ഇട്ടിട്ട് പോരേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ഇപ്പൊ ഇത്ര പേര് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അയാളുടെ ഭാഗം ശരിയായിരുന്നു തെളിയിക്കുന്നതാണ് ഈ രേഖകൾ മാന്തി പുറത്തിട്ടത്.
അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ, സ്വകാര്യ ചാറ്റുകളൊക്കെ ഇങ്ങനെ വായുവിലൂടെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ എന്താണ് ചെറ്റത്തരം എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം കാര്യം നടക്കാത്തത് കൊണ്ട് സ്വകാര്യ ചാറ്റുകൾ, തന്റെ സ്വകാര്യ ചാറ്റുകൾ, അതും വർഷങ്ങളായിട്ടുള്ള സ്വകാര്യ ചാറ്റുകൾ നേരെ എടുത്ത് തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇടുന്നതാണ് ചെറ്റത്തരം. അതിനെയാണ് ചെറ്റത്തരം എന്ന് വിളിക്കുന്നത്. ഒരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക, അയാളുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുക, അവരുമായിട്ട് കൊച്ചു വർത്താനങ്ങൾ പറയുക, എന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഒരു പെണ്ണിനോട് ഒരു പ്രിവിലേജ് ഉണ്ട്, പെണ്ണ് എന്ത് തോന്നിയാസം കാണിച്ചാലും നിയമം അവളെ സംരക്ഷിച്ചുകൊള്ളും എന്നതിന്റെ ഒരു പ്രിവിലേജിൽ ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ യുവാവിനെ നശിപ്പിക്കുക, മുച്ചൂട് നശിപ്പിക്കുക. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് രാഹുലിന്റെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിത ബന്ധമോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റോ മറ്റോ ഒന്നുമല്ല. രാഹുലിനെ നശിപ്പിക്കുക, രാഹുൽ എന്ന പൊതുപ്രവർത്തകനെ അവസാനിപ്പിക്കുക, അതിനുള്ള അജണ്ട തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് മാമുണ്ണുന്ന മലയാളികൾ മനസ്സിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാലക്കാട് MLA ആണിപ്പോ. ആ പാലക്കാട് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്തെങ്കിലും അയാൾ അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് അവിടെ ഉള്ളൊരു കുടയം പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ടല്ലോ കുറച്ചു പേർ, അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ BJPക്കും അവിടുത്തെ LDFനും രണ്ടുപേരെയും കൂടെ മാനം കെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത്. അതിന്റെ കലിപ്പോര് തീർക്കുന്നതാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നുമല്ല. ഇനി ഏതെങ്കിലും എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടവുമായി സ്വകാര്യ ചാറ്റിന് പോയവരല്ലാതെ അല്ലെങ്കിൽ സ്വകാര്യ ഡേറ്റിങ്ങിന് പോയതല്ലാതെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. ഈ ഡേറ്റിങ്ങും ഈ ചാറ്റിങ്ങും ഒക്കെ ഇന്ത്യ മഹാരാജ്യം നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. കാര്യം കണ്ടതിന് ശേഷം അവരുടെ കാര്യം ഇഷ്ടം നടക്കുന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് പരാതിയായി വരുമ്പോൾ ജനമത ഏറ്റുപിടിക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ ഇവര് അത് പരാതി കൊടുക്കാത്തത്. കോടതിയിൽ ഇത് നിലനിൽക്കില്ല എന്നാ മനസ്സിലായിക്കൊണ്ട്. അപ്പോൾ മനഃപൂർവ്വം നാട്ടണം എന്നുള്ള ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഏതായാലും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കുറ്റങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതായിട്ട് എവിടെയും ഒരു പരാതി കിട്ടിയതായിട്ട് എനിക്കറിയില്ല. വന്ന ഒരു പരാമർശം പേര് പറഞ്ഞത് 8 നിലയിൽ പൊട്ടിപ്പോയത് നമ്മൾ കണ്ടു. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല. കാര്യം ചില കാര്യങ്ങൾ പറയേണ്ടത് തന്നെ പറയണമല്ലോ. എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഗംഭീര ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ന്യൂഡൽഹിയിലുള്ള ഒരു ലേഡി, അവർ ഫേസ്ബുക്കിൽ ഗംഭീര ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അത് കേൾക്കാൻ നിങ്ങൾ പോകരുത്. പെണ്ണൊരുമ്പെട്ടാൽ സമ്മതിക്കണം, വല്ലാത്ത തൊലിക്കെട്ടി. ഒരുപക്ഷെ ഞാനൊക്കെ സാധാരണ പെണ്ണ് മാത്രമായത് കൊണ്ടാകാം എനിക്ക് അതിശയമൊന്നും തോന്നാത്തത്. ഇന്ന് ഒരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് കതിന വേണ്ട, ആറ്റം ബോംബ് വേണ്ട, ഒരു സെക്സ് ബോംബ് മാത്രം മതി. കേരളത്തിൽ ഇതിപ്പോ സുലഭമാണല്ലോ. എന്നെ പോലുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ചോദ്യം. മുന്തിയ ഇനങ്ങൾക്ക് ബാധകമല്ല. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, മോശം മെസ്സേജ് ഇട്ടാൽ, സെക്സ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ, പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയാൽ എന്താവും ചെയ്യുക? ഞാനാണെങ്കിൽ എന്തു ചെയ്യും എന്നല്ലേ. ഞാൻ എനിക്കുണ്ടാകുന്ന പലതും മോശമായ അനുഭവങ്ങൾ എന്റെ പങ്കാളിയുമായി പങ്കുവെക്കാറുണ്ട്. ഇനി വിവാഹത്തിന് മുമ്പ് മാതാപിതാക്കളോട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതും എനിക്ക് വേണ്ട ഉപദേശം തരാൻ പറ്റുന്നതുമായ ആളുകളുമായി എന്റെ പ്രശ്നം പങ്കുവച്ചിരുന്നു. എനിക്ക് ഇഷ്ടമാവാത്ത മെസ്സേജ് ഒരിക്കലല്ലേ വരൂ, പിന്നെ എന്തിനാ ബ്ലോക്ക് സംവിധാനം? നമ്മുടെ പെരുമാറ്റം ഇതൊക്കെ വലിയ ഘടകം തന്നെയാണ്. ചുമ്മാതെ ആരെങ്കിലും കയറി സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കും? ആ ലെവൽ വരെ നമ്മൾ കടന്നു ചെല്ലാതെ, മുറിയിൽ ചെല്ലാതെ, കട്ടിലിന്റെ അടുത്തെത്താതെ എങ്ങനെ പിടിച്ചു കടത്തും? സൂചി നൂലും കഥ പോലെ. പിന്നെ എങ്ങനെ ഗർഭിണിയാകും? അത് അലസിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. കാണാൻ കൊള്ളാവുന്ന, കയ്യിൽ ധാരാളം കാശുള്ള, അധികാരവും പ്രതാപവുമുള്ള ആണുങ്ങളെ തേടി മാത്രം വീശുന്ന കാറ്റാണ് വെടിക്കാറ്റ്. ഇലക്ഷൻ സമയത്ത് മാത്രം വീശുന്ന ഒരുതരം കാറ്റ്. കാറ്റിന്റെ തുടക്കവും ഒടുക്കവും എവിടെ നിന്നാണെന്ന് ഒരുവിധം ആളുകൾക്ക് മനസ്സിലാവും. ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാത്ത സരിതമാരുടെ കാലം. അവസാനം സ്പർശനശേഷി നഷ്ടമായ ഒരു പ്രതാപകാലമാണ് ഈ കള്ളികളെ കാത്തിരിക്കുന്നത്. ഒരു പെണ്ണിനെ കണ്ടാൽ ആണിനും, ആണിനെ കണ്ടാൽ പെണ്ണിനും ഇഷ്ടം തോന്നുക സ്വാഭാവികം. കാരണം അത് അങ്ങനെയാണ് സൃഷ്ടികർത്താവ് പരസ്പര പൂരകമായി ആണിനെയും പെണ്ണിനെയും മെനഞ്ഞിട്ടുള്ളത്. എന്നുവെച്ച് ഇതൊരുമാതിരി വെള്ളരിക്കപ്പെട്ടണം പോലെ ആയല്ലോ. കേരളത്തിലെ ഒരു പഴയ നിയമമന്ത്രി ഒരിക്കൽ ഒരു മെസ്സേജ് അയച്ചു. ദീപ, ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കുകയാണ്, എപ്പോൾ എത്തും എന്നായിരുന്നു മെസ്സേജ്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കേരളത്തിലെ 1-2 കേസുകളെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു പേഴ്സണൽ ലെവൽ ടോക്ക് ഉണ്ടായിട്ടില്ല. ഏതായാലും 2ാം തവണ മെസ്സേജ് വന്നപ്പോ ഞാൻ ഫോൺ വിളിച്ചു. സാർ, ആരെയോ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. ഞാൻ ഡൽഹിയിൽ നിന്നാണ്, മെസ്സേജ് മാറിപ്പോയി സാർ. സാർ കാത്തിരിക്കുന്ന യഥാർത്ഥ ദീപയ്ക്ക് മെസ്സേജ് അയച്ചാലല്ലേ സാറിന്റെ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടാകൂ എന്ന് തമാശ മട്ടിൽ ചോദിച്ചു. അദ്ദേഹം സോറി പറഞ്ഞു, മെസ്സേജ് മാറിപ്പോയതാണ് എന്നും പറയുകയുണ്ടായി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പെണ്ണ് കൊടുക്കുന്ന അവസരമാണ് ഒരാണിന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും പടർന്നു കയറാനും ഉള്ള ആദ്യപടി. ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുക, ഇഷ്ടമല്ലെങ്കിൽ തുറന്ന് നിരാകരിക്കുക. അല്ലാതെ കൂടെ പോയി കിടന്നു കൊടുത്തിട്ട് എനിക്ക് എല്ലാം മനസ്സിലായത് പിന്നെയാ, അത് 3
5ഉം 10ഉം വർഷമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ അകത്തിടേണ്ട തുണി പുറത്തും പുറത്തിടേണ്ടതൊക്കെ അകത്തും ഇട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാരവും സ്വാതന്ത്ര്യവും ആണെന്ന് മേനി പറഞ്ഞിട്ട് എന്ത് ഫലം? മാനം പോയി എന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരുത്തിയെ കണ്ടപ്പോ എന്റെ വല്യമ്മച്ചി ചട്ടയിടുന്നതിന്റെ അടിയിലിട്ടിരുന്ന റൗക്കാണ് ഓർമ്മ വന്നത്. മുലക്കച്ച. പണ്ട് മാറുമറയ്ക്കാൻ പടപൊരുതി ഇന്ന് അതൊക്കെ ഒന്ന് പുറത്തിട്ട് ചെണ്ട കൊട്ടാൻ ചില പെണ്ണുങ്ങൾ പാടുപെടുന്നത് കാണുന്നു. ഒരു കുലപുരുഷനും ഇങ്ങനെ ഒരുവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിലപ്പോ കണ്ട് നിർവൃതി അടയാൻ അവർ താല്പര്യം കാട്ടിയേക്കും. പക്ഷെ സ്വന്തം വീട്ടിലെ പെണ്ണ് അങ്ങനെ നടക്കാൻ ഒരു പുരുഷനും ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാൾ ചുംബന സമര നായികയുടെ സ്വന്തം നായകനായിരിക്കണം. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ സഹോദരന്മാരെ? ഈ തരം ആനവണ്ടി വന്നാൽ ഒന്ന് വഴിമാറി കൊടുക്ക്, വെറുതെ മെനക്കേടാവും. ഒരു പുരുഷന് ഒരു പെണ്ണിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു ജന്മം തന്നെ പോരാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആരോപണം കേട്ടാൽ മീഡിയ പാഞ്ഞെത്തും. ആരോപണം വിമുക്തനാവാൻ കാലങ്ങൾ എടുക്കും. അപ്പോഴേക്കും തുരുമ്പായി പോകുന്ന ജീവിതം തിരികെ കിട്ടാൻ വല്ലാത്ത പ്രയാസവും. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്കാണെന്ന്. ഇന്ന് ഇല നൈസായി ഊരിപ്പോരും. വിയറ്റ്നാം കോളനിയിൽ പപ്പു പറയും പോലെ കേട് ഈ മരത്തിന് തന്നെ ആയിരിക്കും. എന്നിട്ട് മുള്ളിനെ ഊരാക്കുടുക്കിൽപ്പെടുത്തും. സൂക്ഷിക്കുക, ജീവിതം മഞ്ഞുപോലെ വെണ്മയുള്ളതാവട്ടെ. ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം നമ്മളെ നമ്മൾ സൂക്ഷിക്കുക. കഷ്ടകാലം വണ്ടി വിളിച്ച് കയറി വരും. ചിലപ്പോ BMW ആയിരിക്കും, ചിലപ്പോൾ ഇമാതിരി ട്രക്കും ആയിരിക്കും. പിന്നെ സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവം ആഘോഷിക്കാൻ വരട്ടെ. നാളെ ഇതൊക്കെ ആവും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു പെണ്ണ് തന്നെ വേണമെന്നില്ല, പെണ്ണിന്റെ കോലമായാലും മതി നിങ്ങളുടെ ചീട്ട് കീറാൻ. ജാഗ്രത. Different angles. Don't forget to subscribe and support this channel.